വെൽക്കം ടു എജുബി. അപ്പോൾ നിങ്ങളെല്ലാവരും NTPC എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ കമൻറ്റിൽ വന്ന് ചോദിക്കുന്നത് എന്നാണ് എക്സാം നടക്കുന്നത്, എപ്പോഴത്തേക്കായിരിക്കും എക്സാം, ഡേറ്റ് ഒന്നും പോയില്ലല്ലോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാംസ് വിളിച്ചു തുടങ്ങിയത് തന്നെ നമ്മുടെ ALP എക്സാമിലാണ് വിളിച്ചു തുടങ്ങിയത്. റെയിൽവേ എക്സാംസ് ALP കഴിഞ്ഞു, പിന്നെ JEE വിളിച്ചു, ടെക്നീഷ്യൻ വിളിച്ചു, ഇങ്ങനെ ഓരോ ഓർഡറിൽ എക്സാം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാം വിളിച്ച് ഏകദേശം നമ്മുടെ NTPC വിളിച്ച് കഴിയാറൊക്കെ ആയപ്പോഴാണ് ഓരോ എക്സാംസ് നടത്തി തുടങ്ങിയത് തന്നെ അല്ലേ? അപ്പോൾ നടത്തി തുടങ്ങി നിങ്ങൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏകദേശം നമ്മുടെ ALP എക്സാമിൻ്റെ ടയർ 2 ഒക്കെ വരാം, JEEയുടെയും ടയർ 2 ഒക്കെ ആണ് ഇനി വരാനുള്ളത്. ബാക്കിയുള്ള എക്സാംസ് എല്ലാം ഒരുവിധം നമുക്ക് ടയർ 1 ഒക്കെ നടത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ എക്സാംസ് എല്ലാം നടത്തി കഴിഞ്ഞു. ഇനി ALPയും JEEയുടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി വരാനുള്ളത് NTPC എക്സാം തന്നെയാണ്. NTPCയുടെ ഗ്രാജുവേറ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത്, ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുന്നത്, ഈ ഗ്രാജുവേറ്റ് എക്സാംസ് വരുന്ന സമയത്ത് ഗ്രാജുവേറ്റ് വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് കൂടുതലും ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഓക്കെ, കറന്റ് ഉള്ള ഒരു ഓർഡർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗ്രാജുവേറ്റ് എക്സാംസ് നടക്കാൻ ചാൻസ് കൂടുതൽ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് സ്റ്റാർട്ടിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ പുറകെ തന്നെ നമുക്ക് എന്താണ്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസും വരും. ഒരു മെയ് മിഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഡേറ്റ് നോക്കി ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എക്സാം ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. നമുക്കിപ്പോൾ വരുന്ന ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഡർ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിലും നമ്മൾ എപ്പോഴും എന്താ പറയുക, എക്സാം തൊട്ടടുത്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പോകണം. നിങ്ങളിപ്പോൾ ഈ ഒരു ടൈം വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനി ഒരു മാസം മാക്സിമം കിട്ടും അല്ലേ? ഒരു മാക്സിമം കിട്ടും. ആ ഒരു മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു മാസത്തിൽ എക്സാം വരുമോ എന്നൊന്നും ചിന്തിച്ചുകൊണ്ടോ ആലോചിച്ചുകൊണ്ടോ ഇരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ NTPC എക്സാംസ് വിളിച്ചു, നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് എല്ലാം പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്, വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു, ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റുകളാണ്. മെയിനായിട്ടും ഈ ഒരു മാസം കൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. പറ്റുവാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് നല്ലപോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ടൈമാണ് വളരെ വലിയൊരു കാര്യം. ഓക്കെ, ഈ ഒരു ടൈമിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ നമുക്ക് മാത്സും റീസണിങ് ആയാലും GK ആയാലും മാക്സിമം അറ്റംപ്റ്റ് നമുക്ക് എത്തിക്കണം അല്ലേ? അതിന് നമുക്ക് ടോപ്പിക് അറിഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ ചെയ്യണം. ആ ടൈം നിങ്ങൾ എത്തിക്കണമെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മളിപ്പോൾ റീസണിങ് എടുക്കുകയാണെങ്കിലും മാത്സ് എടുക്കുകയാണെങ്കിലും GK എടുക്കുകയാണെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് പറയുന്നുണ്ട്. ആ ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓൾറെഡി ടോപ്പിക്കെല്ലാം കവർ ചെയ്തവർക്ക് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആ ഏരിയ നോക്കേണ്ട ആവശ്യമില്ല. മോക്ക് ടെസ്റ്റിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ റീസണിങ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, റീസണിങ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോജിക് ബേസ്ഡ് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം എന്ന് പറയാറുണ്ട്. കോഡിംഗ് ഡീകോഡിംഗ് ആയാലും സീരീസ് ആയാലും അനലോഗി ആയാലും അതുപോലെ ഓഡ് വൺ ഔട്ട് ആയാലും ഈ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ റീസണിങ്ങിനകത്ത് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു ഏരിയ ആണ് അല്ലേ? ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ തന്നെ ചെയ്ത് പഠിക്കുക. ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, GK കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മാത്സ് റീസണിങ് എല്ലാം ഏകദേശം എല്ലാവരും ഒരുപോലെ ചെയ്യും. നമ്മൾ GKയിൽ എത്രത്തോളം നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാമിന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. GK നിങ്ങൾ മാക്സിമം, നമുക്കറിയാം റെയിൽവേ എക്സാമുകൾ കൂടുതൽ നമ്മൾ കാണുന്നത് സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സയൻസിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്തായാലും ഒരു വർഷത്തെ അകത്തുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് നല്ലപോലെ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് പഠിക്കാൻ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.